ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ തന്നെ അമേരിക്കയുടെ അടുത്ത ബജറ്റിൽ പ്രതിരോധത്തിന് $1.5 ട്രില്യൺ വകയിരുത്തണമെന്നാണ് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ളതിനേക്കാൾ 40% കൂടുതൽ. 1.5 ട്രില്യൺ എന്ന് പറയുമ്പോൾ 1500 ബില്യൺ. അപ്പോൾ അത്രയും ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ഒരു വർഷത്തേക്ക് ബിരിയാണി വെച്ച് കഴിക്കാമെന്നാണ് തോന്നുന്നത്, എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്രയധികം പണമാണത്, ഈ 1.5 ട്രില്യൺ എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ ഈ വെടിക്കോപ്പുകളായിട്ടും ആയുധങ്ങളൊക്കെ ആയിട്ടും മാറി പിന്നെ ആക്രമണങ്ങളും യുദ്ധങ്ങളുമൊക്കെ നടത്തുന്നതിന് ഉപകരിക്കുന്നത്. മനുഷ്യരാശിക്ക് കിട്ടേണ്ട പണം ഇങ്ങനെ പോകുന്നു. എന്തായാലും അത് നമുക്കാർക്കും ഇല്ലാതാക്കാനാവില്ല. ഇന്നത്തെ ലോക രാഷ്ട്രീയ രംഗത്ത് യുദ്ധവും ആയുധവും ഇതൊന്നും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജനിച്ച എന്നെപ്പോലുള്ള ആളുകൾ കുറേ കാലത്തേക്ക് കരുതിയിരുന്നത് ലോകം വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകും, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും, നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുമെന്നൊക്കെയാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് ഒരു 1980 വരെ. പിന്നെ ആ ധാരണ അങ്ങ് കുറഞ്ഞു വന്നു. ഇന്നിപ്പം ഈ പിന്നെ ചന്ദ്രനിലേക്ക് പോയ ആളുകൾ അവിടെ നിന്ന് അയച്ചിരിക്കുന്ന ഫോട്ടോയിൽ അതിമനോഹരമായ ഭൂമിയുടെ ചിത്രം നമ്മൾ കാണുകയുണ്ടായി, പലയിടത്തും കാണുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ നിന്ന് നോക്കുമ്പം ഈ ഭൂമി അതിമനോഹരമാണ്, നമ്മളെല്ലാം ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ്. പക്ഷേ നമ്മൾ എല്ലാവരും ഒന്നാണെങ്കിലും ഒന്നല്ല താനും. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ യുദ്ധം ഈ അനിശ്ചിതമായിട്ട് നീങ്ങുന്നു. 1-2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നങ്ങളെല്ലാം തീരും, യുദ്ധം തീരും, അമേരിക്ക ശ്രീലാളിതമായിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് പ്രക്ഷാപണത്തിൽ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞത് ഈ ഇറാൻകാരുടെ വ്യോമസേനയും നാവികസേനയും പാടെ തകർത്ത് കളഞ്ഞു എന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ല, അവയൊന്നും കാര്യമായിട്ട് തകർന്നിട്ടില്ല. ഇപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇറാനുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നിപ്പം ഒരു F-15 വിമാനം, അമേരിക്കയുടെ വിമാനം അവർ വെടിവെച്ചിട്ടിരിക്കുന്നു. അതിലെ ഒരു പൈലറ്റിനെ ബന്ദിയാക്കിയിരിക്കുന്നു, അയാളെ വെച്ച് വിലപേശുന്നു. അപ്പം ഇപ്പോഴും അവർക്ക് ശക്തിയുണ്ട്. അവർ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവരുടെ ധിക്കാരപരമായ മറുപടികൾ. അമേരിക്ക ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ചർച്ചയ്ക്കോ ശ്രമിക്കുമ്പോൾ പോലും അവർ അതിനൊന്നും തയ്യാറല്ല. അവർ അന്തിമ യുദ്ധത്തിന് തയ്യാറാണ്. എന്ത് യുദ്ധമാണ് എന്തായാലും ഈ അമേരിക്കയുമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിലും അമേരിക്ക പറഞ്ഞത് ഇറാൻ ഒരു സ്റ്റോണേജ് യുഗത്തിലേക്ക് തിരിച്ചു പോകും, ആ രീതിയിലാക്കി കളയുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത് ട്രംപ്. അപ്പോൾ അവരുടെ മറുപടി കണ്ടു. സ്റ്റോണേജ് യുഗത്തിൽ അന്ന് അവിടെ ഓയിലൊന്നും ഇല്ലായിരുന്നു, എണ്ണയൊന്നും ഇല്ലായിരുന്നു, അന്ന് എണ്ണഖനനവും ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ കളിയാക്കുന്നതും കണ്ടു. പക്ഷേ ഇറാനിൽ ബുദ്ധിയും വിവരമുള്ളവർ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യമായിരിക്കുന്നത്? അമേരിക്കയായിട്ട് വെല്ലുവിളിച്ച് കുറേ നാശനഷ്ടങ്ങൾ, കുറേയേറെ പേര് മരിക്കുകയും കുറേയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ആർക്കെന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? അതിന് പകരം അവിടെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നൊക്കെയുള്ള ആ മുദ്രാവാക്യം മാറ്റിയിട്ട് അവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാനുള്ളതും അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ഭരണകൂടം ആ രീതിയിലേക്ക് വരുന്നതിന് പകരം ഈ ഭീഷണിയും ഈ മുള്ളാമാർ പഠിപ്പിച്ച ആ ഭീകരവാദവും തീവ്രവാദവും അത് നിലനിർത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് അതിനുള്ളൊരു ബോധോദയമാണ് ഇറാൻ ജനത ഇപ്പോൾ കാണിക്കേണ്ടത്. കൂടുതൽ നാശവും നഷ്ടവും വന്നാൽ അവർക്ക് തന്നെ നാശം, അവർക്ക് തന്നെയാണ് അതിന് ദോഷം വരുന്നത്. എന്തായാലും ഈ യുദ്ധം എവിടെ ചെന്ന് ഏത് രീതിയിലാണ് അവസാനിക്കാൻ പോകുന്നതെന്നാണ് ഇനിയിപ്പം നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഈ ദുഃഖകരമായൊരു കാര്യം ഇതിനൊരു അവസാനമുണ്ടാവണം. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അത് വർദ്ധിപ്പിക്കുന്നത് കാണുന്നതിൽ വലിയൊരു സുഖമുള്ള കാര്യമല്ലല്ലോ.